ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ് സഫാരി വേൾഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈയിടെയായിട്ട് തുറന്നിട്ടുള്ളതാണ് ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പം ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുവാണ്, എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതൊരു പ്രൈവറ്റ് സൂ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ആയിട്ടില്ലെന്ന് പറയുന്നു. ഇനിവേ നമുക്ക് പോയി എന്തായാലും ഒന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെ വരണം, അല്ലെങ്കിൽ നമുക്ക് പാടാണ്. അതായത് നമ്മുടെ ഇബ്രയിലാണ് സംഭവം ഉള്ളത് കേട്ടോ, ഇബ്രയിൽ. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ നല്ല രീതിയിലുണ്ട്. ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എൻട്രൻസ് അങ്ങോട്ട് കയറുമ്പം തന്നെ ഒരു പയ്യൻ ഒരു പാമ്പിനെയൊക്കെ തോളലിട്ട് നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്കാം. നമ്മൾ സഫാരി വേൾഡിൻ്റെ ഉള്ളിലാണ്. അങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ആണ്. എൻട്രൻസ് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം. അതെ, നമ്മൾ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഗുഹയ്ക്കകത്ത് കയറുന്നതിൻ്റെ കൂട്ടാണ് ഒരു ഫീല്. അപ്പോൾ അങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കുറച്ച് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. നമ്മളൊരു പാറക്കെട്ടിനകത്ത് കയറി ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് എന്തോ ബോട്ട് കാര്യങ്ങൾ, പിന്നെ മുകളിൽ നിന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, അടിപൊളി. അത് ഒരു നല്ല രസമുണ്ട് അതിനകത്ത്, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നടന്നു കാണാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു മെയിൻ ഏരിയ എന്ന് പറയാം. പിന്നെ അതിനുള്ളിൽ നിന്ന് നമുക്ക് വേണം പുറത്തേക്ക് നമ്മൾ സൂവിലേക്ക് പോകാൻ വേണ്ടി. ഇതിപ്പോൾ അവിടെ നമുക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്ന് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പോലൊക്കെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ നടന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെയാണ്. ഒരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ അതിനകത്ത് കയറി കഴിയുമ്പോഴും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കയറുമ്പം തന്നെ ഒരു പയ്യനൊരു പാമ്പിനെയും കൊണ്ട് നിൽപ്പുണ്ട്. അത് ഒരു 500 പൈസ, ഇവിടുത്തെ 500 പൈസ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ തോളിലിട്ട് നിൽക്കാം. അതാണ് ആ പാമ്പിനെ അവിടെ ഇങ്ങനെ ആ പയ്യൻ പിടിച്ചുകൊണ്ട് നിന്നത്. അങ്ങനെ അപ്നേർ കയറി പാമ്പിനെയൊക്കെ തോളിലിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ, ശ്വാസം പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ആ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗുഹയെന്ന് പറയാൻ പറ്റത്തില്ല, ഗുഹ പോലെ നിർമ്മിച്ച് വെച്ച ആ മെയിൻ ഭാഗത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഇങ്ങോട്ട് കയറി ഇതിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഡൈനോസറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനലല്ല, ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ ഒരു വലിയ LED സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കയറി പോകുന്ന ഭാഗം, ഇറങ്ങി വരുന്ന ഭാഗം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ വേണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കാം. തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ സീബ്രയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വന്ന വഴിക്ക് തന്നെ സീബ്രയാണുള്ളത്. ഇതാ നല്ല തടിയിച്ച് കൊഴുത്ത സീബ്ര. ഹായ് ഹായ്, ഇവിടെ നോക്കിയേ. അപ്പം നമ്മൾ ഇതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ 2 സൈഡിലായിട്ടാണ്, ഈ സൈഡും അപ്പുറത്തെ സൈഡുമാണ് മൃഗങ്ങളെയൊക്കെ പിന്നെ നിർത്തിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു പാസേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിലൊന്നും കൊള്ളണ്ടാണ്. അപ്പോൾ ആ പാസേജ് വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. എൻ്റെ ഗ്ലാസ് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ പോവാം, അങ്ങേയറ്റം ലാസ്റ്റ് പോവാം. തിരിച്ചു വരുമ്പോൾ ആ സൈഡിൽ നമുക്ക് വരാൻ പറ്റും. ഓക്കെ,
നല്ല വെയിലായതുകൊണ്ട് നമുക്ക് വീഡിയോസ് അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഇനി നല്ല വെയിലാണ്. പക്ഷെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ടേ. അലീനെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയാലോ? നല്ല കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് കൊണ്ട് വളർത്തിയാലോ? ഇവിടെ വേണം, ഇവിടെ വാടി. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഭാഗങ്ങൾ പണി നടക്കുന്നുണ്ട് അവിടേക്ക് എന്തൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. കുറച്ച് ഭാഗങ്ങളെ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഗ്ലാസ്സിൽ നിഴലടിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതാണ് വെട്ടക്കൂടലാണ്. പക്ഷെ നമുക്ക് നേരിട്ട് നല്ലതായിട്ട് കാണാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ പറഞ്ഞില്ലേ അപ്പുറത്തും ഇപ്പുറത്തും മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല, നമ്മൾ ലാസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് പോകാൻ പറ്റും. കണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ വിചാരിച്ചു അപ്പുറം ഇപ്പുറം ഉള്ളതാണ്. അതല്ല, അതിനുള്ളിലേക്കൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 2 ഭാഗങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് കാഴ്ചകളുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി ഭാഗം കവർ ചെയ്ത് കേട്ടോ. അപ്പം അങ്ങോട്ടൊക്കെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പുതിയ സാധനങ്ങൾ എന്തൊക്കെയോ വരാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് മെയിനായിട്ട് ക്യാമറ എടുക്കാനോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. എനിവേ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. നല്ല ഭംഗിയാണ്. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തോട്ട് പോകാം. ഏകദേശം ഒരു പകുതി ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വന്നത് ഒരു ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2:30-3 മണിയൊക്കെയാണ് വന്നേക്കുന്നത്. ആ സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായിട്ട് തോന്നുന്നു. പക്ഷികളും മൃഗങ്ങളും ഒക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ അങ്ങനെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്തിട്ടൊന്നും ചിലതൊന്നും എണ്ണിക്കുന്നൊന്നുമില്ല. അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ചിലതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പം ചൂട് തുടങ്ങി അതിൻ്റെ ആയിരിക്കും. എന്നാലും അതിനെ കുറച്ച് തണുപ്പ് കാറ്റ് കിട്ടത്തക്ക രീതിയിൽ AC കാര്യങ്ങളും ചെറിയ റൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഉള്ളിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ചിലത് അതിന് ഉള്ളിൽ കയറി ഇരിപ്പുണ്ട്. ചിലത് കണ്ടില്ലേ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ. ചൂടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയും ചേരാതെ വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. എനിവേ എന്നാലും അതിന് തണുത്ത കാറ്റ് അടിക്കത്തക്ക രീതിയിലും വെള്ളവും കാര്യങ്ങളൊക്കെ അറേഞ്ച് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാ ഭാഗവും നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഗ്ലാസ്സിൽ നിന്ന് റിഫ്ലക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചകളൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടില്ല.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒമാനിലുള്ളവർ വന്ന് കാണുന്ന ഇബ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വെക്കേഷൻ ഇപ്പോൾ ഇത് ഹോളിഡേയ്സ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം അവിടെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വന്ന് നിങ്ങളത് കാണണം, നല്ല സൗകര്യമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഏകദേശം സഫാരി വേൾഡിന് നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. എല്ലാ ഭാഗത്തും പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും അപ്പുറത്തെ ഭാഗത്തോട്ട് കുറച്ച് വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാനെ കൊണ്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യം വന്ന് കാണാൻ പറ്റും. ഒരു 3 റിയാലും ടിക്കറ്റ് നിരക്കൊക്കെ 3 റിയാലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് കുട്ടികളായിട്ടൊക്കെ നമുക്ക് ഒരു വെക്കേഷൻ സമയത്തൊക്കെ വന്ന് കാണാൻ പറ്റിയ, ഒമാനിലുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സുഖമാണ്. പിന്നെ അലീനുണ്ട്, ക്യാമറയ്ക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. പൊന്നുറുമനു സൈനിങ് ഓഫ്. ബൈ.